അത് ഗുഹയുടെ തൊട്ടടുത്തതായി കാണുന്ന രണ്ട് മല ഉണ്ടോ ഈ ചെറുത്, ഇത് ശിവനും പാർവതിയും ഇത് ഐതിഹ്യം. ഓക്കെ, ഗുഹയുടെ ഇടതുവശത്ത് ദാ കാണുന്നത് ഗണപതി എന്നാണ് പറയുന്നത്. കുറച്ചുകൂടെ സൂം ചെയ്ത് നോക്കട്ടെ, ഞാനത് കിട്ടുമെന്ന് നോക്കട്ടെ. ഇത് ഗണപതി എന്നാണ് പറയുന്നത് തൊട്ടടുത്തതിന്. പിന്നെ അതുകൂടാണ്ട് ഈ ഗുഹയുടെ തൊട്ട് ഫ്രണ്ടിൽ ഈ കാണുന്ന മലയെന്ന് പറയുന്നത് തന്നെ ശിവൻ്റെ കഴുത്തിൽ പാമ്പ് കിടക്കുന്നതിൻ്റെ ആ ഷേപ്പിലാണ് ഈ മലയുടെ രൂപഘടനയെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അത് കൂടാണ്ട് പരമശിവൻ്റെ കാൽപാദം ഇവിടെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ആ ദൂരത്ത് കാണുന്ന ഒരു വെള്ളവെള്ളം കാണുന്നില്ല, അതാണ് പരമശിവൻ്റെ കാൽപാദം എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇത് ഈ മലയുടെ ഗുഫയുടെ തൊട്ട് ഫ്രണ്ടിലാണ് ഈ കാണുന്നത്. ഹായ്, നമസ്കാരം. നമ്മളുടെ യാത്ര ഇന്ന് എവിടേക്കാണെന്ന് അറിയോ? ഇന്ന് പരമശിവൻ്റെ മണ്ണായ അമർനാഥിലേക്കാണ്. ബേസ് ക്യാമ്പാണ്. അവിടെ നിന്ന് 12 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ നമുക്ക് ഏകദേശം ഇപ്പോൾ റോഡൊക്കെ കുറിച്ച് കംപ്ലൈൻറ്റ് ഉണ്ട്, ഏകദേശം 15 കിലോമീറ്റർ വരെയും പോകേണ്ടി വരും. കുത്തനെയുള്ള കയറ്റമുണ്ട്, ഇറക്കമുണ്ട്, ഇതെല്ലാം ഉണ്ട് കേട്ടോ. എന്തായാലും യാത്രയിൽ കൂടെ ഉണ്ടാവണം. ഓക്കെ, പോകുമ്പോൾ ചിലപ്പോൾ എൻ്റെ വോയിസ് മേക്ക് ഓവർ ഇതേപോലെ ആയിരിക്കത്തില്ല, കാരണം മലകളെല്ലാം കയറുന്നതിൻ്റെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. ഓക്കെ, ശരി, ബൈ ബൈ. ഇപ്പോൾ ഞാനീ പോയിക്കൊണ്ടിരിക്കുന്ന റോഡെന്ന് പറഞ്ഞാൽ ഏകദേശം ബാൾട്ടൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതായത് അവിടെ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ ഇതേപോലെ നടന്നാലാണ് നമുക്ക് ഭഗവാനെ ദർശിക്കാൻ സാധിക്കത്തുള്ളൂ. വേറെ റൂട്ടുണ്ട്, അത് പേൽഗാം വഴിയുള്ളത്. അത് ഏകദേശം 36 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്താൻ സാധിക്കുള്ളൂ. കാരണം അതുവഴി വളരെ ചരിത്രപരമായ സ്ഥലങ്ങൾ ഉൾക്കൊണ്ടാണ് നമ്മൾ അതിൽ കൂടെ നടക്കുന്നത്. കാരണം അമർനാഥിൻ്റെ കഥ അത് ഞാൻ പറയണ്ടോ, അതൊന്ന് കേൾക്കുക. അടുത്ത വീഡിയോ പറയണം, ഇപ്പം പറയാനായിട്ടുള്ള ശ്വാസമില്ല, സാവകാശം ഇരുന്നതിന് ശേഷം പറയാം. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഞങ്ങളിപ്പം പോകുന്നത് 12 കിലോമീറ്ററിൻ്റെ റൂട്ടാണ്. പിന്നെ വേറെ റൂട്ട് ഞാൻ പറഞ്ഞു 35 കിലോമീറ്ററോളം. അത് വളരെ പ്രസിദ്ധമായിട്ടുള്ള റൂട്ടാണ്. മാക്സിമം ആൾക്കാർ നടക്കാൻ സാധിക്കുന്ന ആൾക്കാരെല്ലാം അതുവഴിയാണ് പോകുന്നത്. ബാക്കിയുള്ള ആൾക്കാർ, അതായത് നടക്കാനായിട്ട് ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ മാത്രമാണ് ഇതുവഴി കുതിരപ്പുറത്തും നടന്നും പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനിയുള്ള കാഴ്ചകൾ മുന്നോട്ട് കാണാം. കയറുമ്പോൾ തന്നെ നല്ലൊരു കയറ്റമാണ്. അത് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ശബരിമല ആ കയറുമ്പോൾ ആദ്യത്തെ ഒരു നടയടിയില്ലേ, അത് കണക്കാണ് ഇവിടെ ആദ്യത്തെ ഒരു കയറ്റം. പിന്നെ കയറ്റമെല്ലാം കഴിഞ്ഞ് അത് നടന്ന് പോയിക്കൊണ്ടിരിക്കും. എന്താ ഇപ്പം കാണുമ്പോൾ മലകളെല്ലാം ഉണ്ട്. ഒരു കയറ്റം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ നല്ലൊരു ഇറക്കമാണ്, ഒരു കുത്തനെ കയറ്റം. ആദ്യമേ ഒരു നടയടിയാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അതിന് ശേഷം ഈ കുത്തനെ ഇറക്കമാണ്. ഇറക്കം കഴിഞ്ഞ് പതുക്കെ ലൈറ്റായിട്ടൊരു കയറ്റത്തിലേക്ക് അടുത്താണ് പോകുന്നത്. എന്തായാലും അടിപൊളിയാണ്, നല്ലൊരു പോയിൻ്റാണ് ഇങ്ങനെ നടക്കുന്നതാണ്. ശരീരം ദൈവത്തിനെ കാണണമെന്നുള്ള മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടെങ്കിൽ മലയോ കയറ്റമോ ഒന്നല്ല. ഈ മലകളെല്ലാം കയറുമ്പോൾ മനസ്സിലെ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, ഭഗവാനെ എങ്ങനെയെങ്കിലും ദർശിക്കണം എന്നുള്ളത്. ഓക്കെ, ഇന്ന് ദർശനം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോകുന്നത്. കുറേ ഡിസ്റ്റൻസ് പോകാറുണ്ട്. ഓക്കെ, ദൈവം കൂടെ ഉണ്ടാവും. മലകൾ കയറി വരുമ്പോൾ കാണുന്ന ചിത്രം ഇതാണ് കേട്ടോ. അതായത് ഇവിടെ വരുന്ന എല്ലാ ഡിവോട്ടീസും ഈ പുണ്യപാവനമായ ഈ ഭഗവാന്റെ സന്നിധിയിൽ പ്ലാസ്റ്റിക് കൊണ്ടുവരരുതെന്ന് അവർ പൂർണ്ണമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. അതെല്ലാവരും സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് വളരെ നന്നായിരിക്കും. കാരണം നമ്മൾ പമ്പയിലൊക്കെ ഇതേപോലെ പ്ലാസ്റ്റിക് കൊണ്ടുവരുമ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് അധികം കൂടി പോയാൽ 5 കിലോമീറ്റർ കയറിയാൽ മതിയായിരിക്കും. പക്ഷേ ഇവിടെ പറയുകയാണെങ്കിൽ ഏകദേശം ചിലത് ഒരു സ്ഥലത്ത് 34 കിലോമീറ്ററോടും പിന്നെ 15 കിലോമീറ്റർ ഉണ്ട്. ഇത് മൊത്തം അതും കാടും മലയും പുഴകളും അത്രയൊക്കെ കുത്തനുള്ള കയറ്റങ്ങളൊക്കെ ഇപ്പം നമ്മൾ വിചാരിക്കുന്ന കണക്ക് വർക്കാവത്തില്ല. ആഹാ, മലയുടെ ഇടയ്ക്കൂടെയാണ് ഇപ്പം പോകുന്നത് കേട്ടോ. ഇനി മലകൾ പലതും കയറണം. പിന്നെ യാത്ര തുടങ്ങി പോകുമ്പോൾ മുന്നോട്ട് നമുക്ക് അവിടെ എല്ലാം എന്താ പറയുക, ടോയ്ലറ്റ്സും അതുകൂടാതെ നമുക്കെന്താ പറയുക, ഇവിടെ ഭക്ഷണം, റിഫ്രഷ്മെൻറ്റ്, മെഡിക്കൽ ഫെസിലിറ്റി, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടാകും കേട്ടോ. ഇത് യാത്ര തുടങ്ങിയിട്ടില്ല,
യാത്ര 3-ാം തീയതി തുടങ്ങുന്നു കേട്ടോ. പക്ഷെ അതിന് മുന്നേ ഉള്ളതാണിത്. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് എന്താ റിഫ്രഷ്മെൻറ്റും പോയിൻറ്റും മെഡിക്കൽ പോയിൻറ്റും എല്ലാം ഇവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് യാത്രക്കാർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. പോയി കഴിഞ്ഞാൽ നേരെ താഴെ എത്തും കേട്ടോ. അത്രയ്ക്ക് താഴ്ചയുണ്ട്. മലയുടെ ഇടയിൽ കൂടെയാണ് കേട്ടോ പോകുന്നത്. എന്താ കാണുന്നുണ്ടോ? മേളിൽ എത്തിക്കഴിയുമ്പോൾ ഏകദേശം ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. ഇതാ യാത്ര 2 കിലോമീറ്റർ പിന്നിട്ടിരിക്കുകയാണ് കേട്ടോ. ഈ കാണുന്നത് ഐസിൻ്റെ ഫുൾ ഐസാണ് കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേരാണ് റെയിൽപത്രി. 2 കിലോമീറ്റർ നമ്മളിപ്പം പിന്നിട്ടിട്ടുള്ളൂ. ഇനിയും കിടക്കുന്നു കേട്ടോ പോകാനായിട്ട്. ഇവിടം വരെ തന്നെ ഏകദേശം ഞങ്ങൾക്ക് 1 മണിക്കൂർ എടുത്തു എത്താൻ വേണ്ടിയിട്ട് തന്നെ. വേറെ അടിപൊളി ഒരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ആ ഐസ് വാള കാണുന്നുണ്ടോ? വെള്ളം ഐസിൻ്റെ അടിയിൽ കൂടിയാണ് വരുന്നത്. കാണുന്നുണ്ടോ? ഇതാ കരിമല ഏറ്റവും കഠിനം ഏറ്റിവിടപ്പ അയ്യപ്പ. ഓക്കെ, അയ്യപ്പ എന്നൊക്കെ അറിയാണ്ട് വിളിച്ചു പോകട്ടെ. ഓക്കെ, എന്തായാലും പരമശിവൻ്റെ മോനാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഏകദേശം 70 ഡിഗ്രിയുടെ കുന്നായിരുന്നു കേട്ടോ. ഈ കുന്ന് കയറി വരുമ്പോൾ അടുത്തൊരു മല. ഈ മല തീർന്നെന്നാണ് വിചാരിച്ചേ. ഇവിടെ നിന്ന് അടുത്ത മലയിലേക്ക് ഒരു രക്ഷയില്ല എൻ്റെ പൊന്നപ്പ. ഓക്കെ, എന്തായാലും നല്ല ശബരിമല ഒന്നുമല്ല അപ്പം ഇത് വിചാരിക്കണക്കൊന്നുമല്ല. അതായത് മോൻ പുലിയാണെങ്കിൽ അപ്പം എന്നിട്ട് പുപ്പുലിയാന്ന് പറയില്ലേ, അതേപോലെ പരമശിവൻ തിരഞ്ഞെടുത്ത സ്ഥലം വെറുതെ അല്ല. കയറിപ്പോട്ടെ. ശ്വാസമൊന്നും കിട്ടുന്നില്ല കേട്ടോ. ഇവിടെ ഓൾറെഡി എന്താ പറയുക, ഡിവോട്ടീസിന് വരാൻ വേണ്ടിയിട്ട് ഒരു ഗൈഡ് ലൈൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പ്രായമുള്ളവർ കയറാൻ പാടില്ല, 70 വയസ്സിന് മേളിലൊരു 14 താഴെ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് വെച്ചേക്കുന്നത് ഇപ്പം കയറുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കേട്ടോ. ശ്വാസമൊന്നും കിട്ടത്തില്ല. ഇവിടെ കയറുന്ന കേട്ടോ. ഈ വണ്ടിയാണ് ഇവിടെ കയറുക കേട്ടോ. ഇതിൽ ലോഡ് എടുത്തിട്ടാണ് വണ്ടി മേളിലേക്ക് പോകുന്നത്. നമ്മുടെ കാലിന് തൊട്ടടുത്തുകൂടെ പോകുന്ന കേട്ടോ. ഇതുകൊണ്ടോ ഡിസ്റ്റൻസ് ഇത്രേ ഉള്ളൂ. വാ, എന്ത് ലോഡ് വെച്ചിട്ടാണ് പോകുന്നത് നോക്കിക്കേ. ഇവിടേക്ക് ആൾക്കാരെല്ലാം ഇരിക്കുന്നുണ്ട്. ഞാൻ മുകളിൽ കയറി വന്നപ്പോൾ ഉള്ള സീനറി കേട്ടോ. എവിടെ എത്തിയിട്ടില്ല, ഇനിയും കയറാൻ കിടക്കുന്നുള്ളൂ കേട്ടോ. ഇനി അടുത്തൊരു മല. ദേ ആ കാണുന്ന മലയുടെ അപ്പുറത്ത് നിന്നാണ് ഞങ്ങൾ തുടങ്ങിയത് കേട്ടോ. ഇവിടെ നിന്ന് കയറി വരുമ്പോൾ ഒരു വാചകം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഹിന്ദി അറിയാവുന്നവർ വായിച്ചതിൻ്റെ മീനിങ് മനസ്സിലാക്കി കേട്ടോ. എന്താ അർത്ഥവർത്ഥായുള്ള വാക്കുകളാണ് നോക്കി. ഇതാ മല കയറുന്നവർക്ക് അവിടെ ഇവിടെ ഒരു മോട്ടിവേഷൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഹിന്ദി അറിയാവുന്നവർ വായിച്ചോ, അതിൻ്റെ മീനിങ് മനസ്സിലായ മനസ്സിൽ ഒരേ ചിന്താഗതിയുള്ളൂ കേട്ടോ. ഹർ ഹർ മഹാദേവ്. ഇതാണ് എല്ലാവരുടെയും മനസ്സിലെ ഓരോ ഉൾവിളിയും. എങ്ങനെയെങ്കിലും ഭഗവാനെ കാണുക, ദർശിക്കുക. ഇതാ ഒരു കയറ്റം കയറിയിട്ടുള്ള ഒരു സ്റ്റോപ്പാട്ടോ. എങ്ങനെയാണ് കയറ്റം വരുന്നത് നോക്ക്. നിങ്ങൾക്ക് തറ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എങ്ങനെയാണ് റോഡെന്ന്. കാണുന്നുണ്ടോ? ഇങ്ങനെ കയറി വരണം. അടിപൊളി. ഈ യാത്രയിൽ ഒന്നുകൂടിയുണ്ട്. നമ്മളുടെ മനസ്സിനെയും ശരീരത്തിനെയും കണ്ണിനെയും ഒരേപോലെ കുളിർപ്പിക്കുന്ന ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. പ്രകൃതിയുടെ എന്താ പറയുക, വിളയാട്ടം എന്ന് തന്നെ നമുക്കിനെ വിശേഷിപ്പിക്കാം. ഇവിടുത്തെ ഓരോ കാഴ്ചകളും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ്. കാരണം ഒരു മല ആയിരിക്കില്ല അടുത്ത മല. ഏകദേശം നമ്മൾ 5 കിലോമീറ്ററോളം യാത്ര ചെയ്തു കേട്ടോ. ഇനിയും കിടക്കുന്നുണ്ട്, എങ്ങും എത്തിയിട്ടില്ല. ഓക്കെ, ഇവിടെ അത്രയ്ക്ക് വളരെ തണുപ്പാണ് കേട്ടോ. കാരണം ക്യാമറ എനിക്ക് പിടിക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല. കാരണം ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എൻ്റെ വാക്കുകൾ ഇടറുന്നത്. കാരണം മാക്സിമം കൈ പോക്കറ്റിനകത്തായിരിക്കും എപ്പോഴും. ഇവിടെ അതേപോലെ ഏകദേശം വെയിൽ കിട്ടുന്നത് കേട്ടോ. വെയിൽ നല്ല തണുപ്പാണ് ഇപ്പോഴും. ഓരോ ഏഷ്യയിൽ എപ്പോഴും 2 ഡിഗ്രി 1 ഡിഗ്രിയിലാണ് ഇപ്പം തണുപ്പ് പോകുന്നത്. എവിടെ വന്നതെന്ന് നോക്കിയുള്ളൂ. നമ്മൾ എത്രത്തോളം മുകളിലേക്ക് പോകുന്നോ അത്രത്തോളം നമുക്ക് ഓക്സിജൻ്റെ അളവ് കുറവായിരിക്കും. അതുകൂടാണ്ട് കാഴ്ചകളും അതിമനോഹരമായിരിക്കും, പറയാതിരിക്കാനും വയ്യ. പിന്നെ ഇവിടെ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. കാരണം അത് നമുക്ക് ഇതിലൂടെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കത്തില്ല. അത്രയ്ക്ക് തണുത്ത കാറ്റെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് തണുത്ത കാറ്റാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ യാത്ര ഏകദേശം 7 കിലോമീറ്ററായി. ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ബെരാരി മാർഗ് എന്നാണ് കേട്ടോ. 7 കിലോമീറ്റർ യാത്ര ചെയ്ത്
മുകളിലെത്തി. ഇനിയുണ്ട് യാത്രകൾ മുന്നോട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് മനസ്സിലായല്ലോ, ബെരാരി മാർഗം കേട്ടോ. സെവൻ 7.5 കിലോമീറ്റർ ഇനിയും പോകാനുണ്ട് കേട്ടോ. ഏകദേശം 7 കിലോമീറ്റർ വന്നിട്ടുണ്ട്. ഏകദേശം 3 മണിക്കൂർ എടുത്തു ഈ 7 കിലോമീറ്റർ കയറാൻ വേണ്ടിയിട്ട്. ഇനി ഇവിടെ നിന്ന് ഹോളി കേവിലേക്ക് ജസ്റ്റ് 7.5 കിലോമീറ്റർ. ഇതാ ഈ വരുന്ന ഇത് കുതിരയല്ല കഴുതയല്ല കേട്ടോ. ഇതിന് പറയുന്ന പേര് കച്ചർ എന്നാണ്. ഇതിനകത്താണ് സാധനങ്ങൾ മുകളിലേക്ക് കൊണ്ടുപോകുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ് അവർ. അതിന് പറയുന്ന പേരാണ്. ഇവിടെ ഒരു വൈ ജംഗ്ഷൻ. ഇതിന്ന് താഴോട്ട് പോയാൽ നമുക്ക് പഞ്ചതരണി, സംഗം ടോപ്പ്, ഈ റൂട്ട് വഴി പോയി കഴിഞ്ഞാൽ പഞ്ചതരണി, പോസ്പത്ര, ശേഷ്നാഗ്, ചന്ദൻവാരി ആൻഡ് പെഹൽഗാം. ഈ റൂട്ടിൻ്റെ അവസാനം പെഹൽഗാമാണ് കേട്ടോ. ഇതാട്ടോ നമ്മൾ അവിടെ നിന്നാണ് വന്നേ. ഇവിടെ നിന്ന് ഈ കാണുന്നുണ്ടോ, ഇതെല്ലാം മണ്ണ് ഇടിഞ്ഞ് കഴിഞ്ഞ അതായത് സ്ലൈഡിങ്, ലാൻഡ് സ്ലൈഡിങ് ഉള്ള ഏരിയ കേട്ടോ. കേട്ടോ മണ്ണൊക്കെ വീണ് കിടക്കുന്നുണ്ട് ഇവിടെ. ഇവരെല്ലാം മാറ്റി ക്ലിയർ ചെയ്തിട്ടൊക്കെ നമ്മളിപ്പം പോകുന്നത്. കാരണം ഈ വഴിയെല്ലാം സീസൺ ആകുമ്പോൾ ഒരു രക്ഷയില്ല. അത്രയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നത് 4.5 ലക്ഷം ആൾക്കാരാണ് വന്നത്. ഈ പെഹൽഗാം അറ്റാക്കിന് ശേഷം എന്നിട്ട് കൂടി 4.5 ലക്ഷം ആൾക്കാരാണ് വന്നത്. അപ്പോൾ ഈ വർഷം എത്ര പേര് വരുമെന്ന് നമുക്ക് ഉദ്ദേശിച്ച് നോക്കാം. വഴികളെല്ലാം കാണുന്നുണ്ടല്ലോ, എല്ലാം കുറച്ച് ദുർഘടം പിടിച്ച വഴികളാണ്. ലൈഫിൽ ഒരു പ്രാവശ്യം എന്താ പറയുക, ഇവിടെ വരണം. ഇവിടെ വന്ന് ദർശിച്ച നമ്മുടെ ജീവിതം പുണ്യമാവും എന്ന് പറയില്ലേ, അതെ. നമ്മുടെ ഈ ചെറിയ ജീവിതം എന്നാണ് അവസാനിക്കുന്നതെന്ന് നമുക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് വരുന്ന സമയങ്ങളെല്ലാം സന്തോഷമായിട്ടിരിക്കുക, യാത്രകൾ ചെയ്യുക, അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ പാറ വല്ലേ ഉറപ്പില്ലാത്തതാണ്. അവസാനം എത്തിയിരിക്കുകയാണ്. ദേ അങ്ങ് വിദൂരതയിൽ കാണുന്നത് കണ്ടോ, നീ കാണിക്കാൻ പറ്റുന്നു. ദേ ആ കാണുന്ന അവിടെയാണ് ഹോളി കേവ്. അപ്പോൾ ദൈവത്തിനടുത്തേക്ക് എത്തിയിരിക്കുന്നു. ഇത്രയും ദൂരം നമ്മൾ നടന്നു വന്ന് ഏകദേശം ഇങ്ങനെ ഒരു വ്യൂ കാണുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ആ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ സാധിക്കത്തില്ല. ഇനിയും ഭഗവാന്റെ അടുത്തേക്ക് കുറച്ച് ദൂരം മാത്രം. സ്ട്രെയിറ്റ് പോകണം. അവിടെ കാണുന്നതാണ് റെഡ് കളർ കാണുന്നുണ്ട്, അതാണ് ഹോളി കേവ് കേട്ടോ. കേവ് എത്തുന്നതിന് മുന്നേ അതായത് നമ്മളുടെ കാളിമാതാവിൻ്റെ ടെമ്പിളുണ്ട് കേട്ടോ. ഈ കാണുന്നത് തന്നെയാണ്. ഇവിടെയാണ് ദേവിയുടെ രൂപം എന്ന് പറയുന്നത്. അവിടെയാണ് കാളിമാതാവിൻ്റെ എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഇവിടെയാണ്. ഏകദേശം ആ ഒരു ശിലയിൽ ഒരു കാല് കണക്ക് കാണുന്നില്ല, അത് മെൽട്ടായി പോകുന്ന പറയുന്നത്, അതാണ് കാളിമാതാവിൻ്റെ. ഈ വെള്ളം എവിടെ നിന്നാണ് വരുന്നത് നോക്കുക കേട്ടോ. ഈ പാറയുടെ എവിടെയാണ് വരുന്നത് നോക്കി. ഒക്കെ പറയുന്നത് ഇവിടുത്തെ ഓരോ പ്രത്യേകതകളും അടിപൊളി. ഇതിൽ ഞാൻ ഭഗവാന്റെ വിഗ്രഹം, അതായത് ശിവലിംഗം ഞാൻ ഇടലുണ്ടാവില്ല കേട്ടോ. കാരണം അത് കുറച്ച് പരിമിതികളുണ്ട്. അത് ഇടുന്നത് ശരിയല്ല. കാരണം കുറച്ച് റെസ്ട്രിക്ഷൻ, കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷനിലുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായാലും ദൈവത്തിൻ്റെ ഏറ്റവും തൊട്ടടുത്ത് വരെയുള്ള ഒരു വീഡിയോ ഞാൻ ഇതിലുണ്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടാവും. ബട്ട് ബാക്കിയുള്ള ഭഗവാനെ ദർശിക്കുന്നതും ഭഗവാന്റെ വിഗ്രഹം എങ്ങനെ ഉണ്ടാവും അതൊന്നും ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യില്ല കേട്ടോ. ഓക്കെ, ഇതാ ഈ കാണുന്നുണ്ടോ, ഇത് മേളിൽ നിന്ന് മലയിൽ നിന്ന് വെള്ളം വീഴുക കേട്ടോ. ഇവിടുത്തെ മൊത്തം ഐസാണ്. ഇതിനിടയിൽ കൂടിയാണ് വെള്ളം വരുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതാ പറഞ്ഞേ എന്തൊക്കെ മർമായങ്ങളാണെന്ന് നോക്കില്ലേ. ഇതാ ഹലോ, ഇതിനടിയിൽ കൂടിയാണ് ആ വെള്ളം വരുന്നത്. ഇത് മൊത്തം ഐസ് വാളാണ് കേട്ടോ. ഇവിടെ വരയ്ക്ക് നമുക്ക് കുതിരയിൽ വരുന്നവർക്ക് ഇവിടെ വരയ്ക്ക് വരാം. ഇവിടെ ഇറങ്ങിയതിന് ശേഷം പിന്നെ ഭഗവാനെ കാണാൻ പിന്നെ നടന്ന് തന്നെ പോകേണ്ടി വരും. വേറെ ഒരു കാഴ്ച ഉണ്ട് കേട്ടോ. ഇത് എത്ര ഐസാണ് കേട്ടോ. ഇതിന് അടിയിൽ കൂടി ഇത് പിന്നെ ഐസാണ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് താഴെയാണ് വെള്ളം വരിക. ഇതിൻ്റെ അടിയിൽ കൂടി പോകും. അവസാനം ഗുഫയിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് വീഡിയോ തന്നെ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഈ കാണുന്നത് നന്ദിഭവാനെ പ്രതിഷ്ഠയാണ് കേട്ടോ. നന്ദിഭവാനെ ദർശിച്ചിട്ട് വേണം ഭഗവാനെ ദർശിക്കാൻ വേണ്ടിയിട്ട്.
ഞാനിപ്പോൾ ദർശനമെല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങി. ഭഗവാനെ സന്തോഷമായിട്ട് കൺകുളിർക്കെ കണ്ടു. ഇങ്ങനെ എന്താ പറയുക, ഈശ്വരാനുഗ്രഹം കൊണ്ട് കാണാൻ പറ്റിയെന്ന് മാത്രം, അത്രയേ പറയാനുള്ളൂ. ഇതാ ഇവിടെയാണ് ശിവലിംഗം ഉള്ളത് കേട്ടോ. ഇതിനപ്പുറത്തേക്ക് എനിക്കിനി എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇവിടെ തൊട്ടടുത്തതായി ഈ കാണുന്ന രണ്ട് മല ഉണ്ടോ, ഈ ചെറുത്, ഇത് ശിവനും പാർവതിയും എന്നായത് ഐതിഹ്യം. ഓക്കെ, ഗുഫയുടെ ഇടതുവശത്ത് ഇതാ കാണുന്നത് ഗണപതി എന്നാണ് പറയുന്നത്. കുറച്ചുകൂടെ സൂം ചെയ്ത് നോക്കട്ടെ, ഞാനത് കിട്ടുമെന്ന് നോക്കട്ടെ. ഇത് ഗണപതി എന്നാണ് പറയുന്നത്, തൊട്ടടുത്തേന്. പിന്നെ അതുകൂടാണ്ട് ഗുഫയുടെ തൊട്ട് ഫ്രണ്ടിൽ ഈ കാണുന്ന മലയെന്ന് പറയുന്നത് ശിവൻ്റെ കഴുത്തിൽ പാമ്പ് കിടക്കുന്നതിൻ്റെ ആ ഷേപ്പിലാണ് ഈ മലയുടെ രൂപഘടന എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അത് കൂടാണ്ട് പരമശിവൻ്റെ കാൽപാദം ഇവിടെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ആ ദൂരത്ത് കാണുന്ന ഒരു വെള്ളവെള്ളാന്ന് കാണുന്നില്ല, അതാണ് പരമശിവൻ്റെ കാൽപാദം എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇത് ഈ മലയുടെ ഗുഫയുടെ തൊട്ട് ഫ്രണ്ടിലാണ് ഈ കാണുന്നത്. ഇത് ഗുഫയുടെ ഫ്രണ്ടിലുള്ള വ്യൂ ആണ് കേട്ടോ. ഉള്ള ഐസ് വീണ് കിടക്കുകയാണ്. ദൂരത്തുള്ള വ്യൂ ഇതാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇത്രയും ദൂരം കടന്നാണ് നമ്മൾ ഇവിടെ എത്തിയത് തന്നെ.